പണിക്കൂലിയിൽ വൻ ഓഫറുകളുമായി സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ മെഗാ ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. ഈ ഓഫർ ജനുവരി 21 മുതൽ 31 വരെ മാത്രം. സഫ ജ്വല്ലറി. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. റാണി ലക്ഷ്മിഭായിയെക്കുറിച്ച് കവിത എഴുതി പുരസ്കാരത്തിന് പുറമെ റിപ്പബ്ലിക് ദിന പരേഡ് കാണുവാനുള്ള പ്രത്യേക ക്ഷണിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് വണ്ടൂർ നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ പി ദേവദത്തൻ. അച്ഛൻ പി വിനോദിനൊപ്പം 25-ന് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിലും തുടർന്ന് റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കാനായി ദേവദത്തൻ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വീർഗാഥ പ്രൊജക്ട് 4.0-ൽ കവിത രചനയിലാണ് ദേവദത്തനെ തെരഞ്ഞെടുത്തത്. ഗാലണ്ടറി അവാർഡ് ജേതാക്കളെക്കുറിച്ചോ റാണി ലക്ഷ്മിബായിയെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ആദിവാസി പ്രക്ഷോഭങ്ങൾ, 1857-ലെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ ലേഖനം, പോസ്റ്റർ, കവിത, മൾട്ടിമീഡിയ പ്രസന്റേഷൻ എന്നീ 4 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. രാജ്യത്തെ വിവിധ സിലബസുകളിലെ എല്ലാത്തരം വിദ്യാലയത്തിൽ നിന്നും 3ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു മത്സരം. ആകെ 100 കുട്ടികളാണ് ദേശീയ തലത്തിൽ അവാർഡിന് അർഹരായത്. ഇതിൽ കേരളത്തിൽ നിന്ന് 2 കുട്ടികളാണുള്ളത്. അതിൽ ഒരാളായ ദേവദത്തൻ റാണി ലക്ഷ്മിബായിയെക്കുറിച്ചുള്ള കവിതയാണ് എഴുതിയത്. ഗ്രൂപ്പില് അങ്ങനെ മെസ്സേജ് വന്നു, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന്. എല്ലാവരും പങ്കെടുക്കാൻ പറഞ്ഞു മിസ്സുമാര്. ഇപ്പോൾ അതിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗാലൻ സോൾജേഴ്സ്, ഫ്രീഡം ഫൈറ്റേഴ്സ്, അങ്ങനെയാണ്. പിന്നെ 3 കാര്യങ്ങൾ ചെയ്യാം, 4 കാര്യങ്ങൾ ചെയ്യാം. പാരഗ്രാഫ് റൈറ്റിംഗ്, മൾട്ടിമീഡിയ പ്രസന്റേഷൻ, പോയം, അങ്ങനത്തെ പിന്നെ പെയിന്റിങ്, ഡ്രോയിങ് ചെയ്യാം. അങ്ങനെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പോയമാണ് സെലക്ട് ചെയ്തത്. റാണി ലക്ഷ്മിബായിനെ പറ്റിയാണ് എഴുതിയത്. അങ്ങനെ ബുക്കുകളിൽ വായിച്ച് പഠിച്ച പരിചയമൊക്കെ ഉണ്ട്. 25-ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി അവാർഡ് നൽകും. തുടർന്ന് കർത്തവ്യപഥിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുക്കും. 25-ാം തീയതിയാണ് അവിടുന്ന് അവാർഡ് ലഭിക്കുന്നത്. അതിനുശേഷം റിപ്പബ്ലിക് ദിന പരേഡുണ്ട്. ആ പരേഡിൽ നമുക്ക് പ്രത്യേക അതിഥിയായി പങ്കെടുക്കാൻ 2 പേർക്ക് അവസരമുണ്ട്. അതുപോലെ ഇതിന് ക്യാഷ് അവാർഡുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഭാരതീയ സർക്കാർ തന്നെയാണ് നടത്തുന്നത്. ഏതായാലും ഈ നേട്ടത്തിലേക്ക്, അഥവാ മകൻ്റെ ഈ മികച്ച പ്രകടനത്തിലൂടെ എനിക്കും ഇതിന് അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ പൊതുവെ വിദ്യാലയങ്ങളുടെ അവസ്ഥയൊക്കെ നോക്കിയാൽ പല വിദ്യാലയങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നടത്താതിരുന്നിട്ടുണ്ടാകാം. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും, അതായത് CBSE എന്നോ മറ്റ് സിലബസ് ഭേദങ്ങളൊന്നുമില്ലാതെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്കെല്ലാം പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇത്തരം പരിപാടികൾ പങ്കെടുക്കാൻ ഇനി ശ്രമിക്കണമെന്ന് എനിക്ക് കുട്ടികളോടും രക്ഷിതാക്കളോടും ഓർമ്മിപ്പിക്കുവാനുണ്ട്. കരുളായി KM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പി വിനോദിന്റെയും വണ്ടൂർ VMC GHSSലെ അധ്യാപിക സീനയുടെയും 3 മക്കളിൽ 2ാമത്തെ ആളാണ് പി ദേവദത്തൻ. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.